അവിടെ മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞവരുടെ വാക്കുകൾക്കും മനുഷ്യ സ്നേഹം എന്ന മനോഹരമായൊരു ആശയതലത്തിനും അത്രയും പ്രാധാന്യമുണ്ട്. മനുഷ്യന് അവൻ്റെ വേദനകൾക്ക്, അവൻ്റെ ദുഃഖങ്ങൾക്ക് അവൻ്റെ കൂടെ നിൽക്കാൻ കഴിയും. നമ്മൾ വിശപ്പ് മാറിയതിൻ്റെ പ്രശ്നമാണ് നമ്മുടേത്. പട്ടിണിയും പ്രയാസം ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ ഇടയിൽ തർക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു നേരത്തെ ഭക്ഷണമായിരുന്നു. അന്ന് മനുഷ്യന്മാർക്കിടയിൽ നല്ല അടുപ്പുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വിശപ്പ് മാറിയതിൻ്റെ പ്രശ്നമാണ്. മനുഷ്യന്റെ വിശപ്പിനെ അറിയാൻ ഒരാൾ ശ്രമിക്കുമ്പോഴാണ് ഒരാൾക്ക് മനുഷ്യനെ മനസ്സിലാവുക. അട്ടപ്പാടിയിൽ മധു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ തച്ചു കൊന്നില്ലേ കുറെ ആളുകൾ കൂടിയിട്ട്? മറക്കാൻ കഴിയുന്നത് വിശപ്പിന്റെ കാരണം കൊണ്ട് ആ മനുഷ്യൻ മോഷ്ടിച്ചതാണ് അരിയും പൊടിയൊക്കെ. ഇവര് തേടിച്ചെന്ന് അവന്റെ ഭാണ്ഡത്തിൽ നിന്ന് അരിയും പൊടിയൊക്കെ അവർ കണ്ടെടുത്തു. അവർക്ക് നഷ്ടപ്പെട്ട അരിയും പൊടിയൊക്കെ അവന്റെ ഭാണ്ഡത്തിൽ നിന്ന് കിട്ടി. പക്ഷെ അവർക്ക് നഷ്ടപ്പെട്ട വേറൊന്നുണ്ടായിരുന്നു, അത് ഇതുവരെയും കണ്ടെടുക്കപ്പെട്ടിട്ടില്ല. അതിന്റെ പേരാണ് മനുഷ്യൻ. വിശപ്പ് എന്താണ് എന്ന് ജീവിതത്തിൽ എന്തെങ്കിലും അറിഞ്ഞൊരു മനുഷ്യൻ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എല്ലും തോലുമായ മധുവിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആ നെറ്റിയിൽ ഉമ്മ കൊടുത്ത് ആ മനുഷ്യന് ഭക്ഷണം വാരി കൊടുക്കുകയായിരുന്നു. വിശപ്പ് എന്താണ് എന്ന് ജീവിതത്തിൽ എന്തെങ്കിലും അറിഞ്ഞ ഒരു മനുഷ്യനുണ്ട്. അതാ നബി പറഞ്ഞത്. അയൽപ്പക്കത്തെ ഒരാൾ വിശന്നിരിക്കുന്നുണ്ടെങ്കിൽ, എടാ നീ എങ്ങാനും ഭക്ഷണം കഴിച്ചാലും പിന്നെ എന്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് നീ എന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു വാക്കാണ്. അയൽവാസി പട്ടിണി കിടക്ക ഒരാൾ ഭക്ഷണം കഴിച്ചാൽ അവനല്ല മുസ്ലിം എന്നാ പറഞ്ഞത്. അവൻ മുസ്ലിം അല്ല എന്നല്ല, മുസ്ലിമൊക്കെ തന്നെയാണ്. അങ്ങനെ പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നില്ല. പക്ഷെ പറഞ്ഞത് എന്താണെന്നറിയോ? അവനല്ല മുസ്ലിം എന്ന്. കുറച്ചുകൂടെ ഡെപ്ത് ഉണ്ടാവും വാക്കിന്. അവനല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ എപ്പോ ചെയ്യുന്നത് ഒരു മുസ്ലിമിന്റെ കൾച്ചറല്ല അവൻ ചെയ്യുന്നത്. അയൽപ്പക്കത്ത് പട്ടിണി ഉണ്ടോന്നുള്ള കാര്യം അവൻ അറിഞ്ഞിട്ട് പോലുമില്ല. അറിയണമെങ്കിൽ അങ്ങോട്ട് പോകണം. സംഘടനയുടെ സമ്മേളനത്തിന്റെ ലഘുലേഖ കൊണ്ടുകൊടുക്കാൻ വേണ്ടി മാത്രമല്ല ആ ഗേറ്റ് കടന്ന് അങ്ങോട്ട് പോകേണ്ടത്. അയാൾക്ക് വേറെ ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു, നമ്മളതൊന്നും അറിഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും വലിയ മതിൽ. കല്ലുകൊണ്ടുണ്ടാക്കുന്ന മതിലല്ല ഏറ്റവും വലിയ മതിൽ, ഇവിടെ ഉണ്ടാക്കുന്ന മതിലാണ്. കോട്ടയം ജില്ലയിലെ കൊച്ചു കുഞ്ഞുപദേശി എന്ന് പറഞ്ഞ വലിയൊരു ക്രൈസ്തവ പുരോഹിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിൽ അദ്ദേഹം എഴുതി വെച്ചിരുന്നത്ര, വിശപ്പുള്ള മനുഷ്യന്മാർ ഇതിലൂടെ നടന്നു പോകരുത്. വിശക്കുന്നുണ്ടെങ്കിൽ ആ ചെറിയ വീട്ടിലേക്ക് കയറിക്കോളൂ, അതെന്റെ വീടാണ്, അതെന്റെ വീടാണ്. ബിരിയാണി എന്നൊരു കഥയുണ്ടായിരുന്നു ഈ അടുത്തൊരു. പക്ഷെ നിങ്ങൾ വായിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. സന്തോഷിച്ചിക്കാനം എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് എഴുതിയതാണ്. 6000 ആളുകൾ പങ്കെടുത്ത വലിയൊരു വിരുന്നാണ്. കുറെ ഭക്ഷണം ബാക്കി വന്ന് അത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു ബിഹാരിയെ വിളിച്ചു. അദ്ദേഹം കുഴി വെട്ടുമ്പോൾ നല്ല സുഗന്ധം വരുന്നുണ്ട് ബിരിയാണിയുടെ. അയാൾക്ക് മനസ്സിലായി അത് ബിരിയാണിയുടെ സുഗന്ധമാണ്. ബസ്മതി അരിയിട്ട ബിരിയാണിയാണ്, അത് മനസ്സിലായി. കാരണം ആ അരിയുമായി അയാൾക്കൊരു ബന്ധമുണ്ട്. അയാളുടെ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു, ബസ്മതി അരിയിട്ട കഞ്ഞി കുടിക്കണം. അങ്ങനെ അയാൾ വാങ്ങിക്കൊടുത്ത്. പക്ഷെ അയാൾ കഞ്ഞി കുടിച്ചില്ല. ഇടയ്ക്ക് ഓരോന്നിങ്ങനെ പൊറിക്കുക മാത്രം ചെയ്ത്. അവർക്കൊരു മോളുണ്ടായി. ആ മോൾക്ക് പേരിട്ടത് വസുമതി എന്നാണ്. ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയ ചെമ്പുകൾ വരുന്നത്. ആ ചെമ്പിൽ ധാരാളം ബിരിയാണി ബാക്കിയുണ്ട്. അത് കുഴിയിലേക്ക് തട്ടാൻ പറഞ്ഞു. അയാൾ തട്ടി, പക്ഷെ കുഴി നിറഞ്ഞുപോയി. അപ്പൊ ഇയാളോട് അതിങ്ങനെ ചവിട്ടി താഴ്ത്താൻ പറഞ്ഞു. ഇയാൾക്ക് പറ്റുന്നില്ല. ഇയാളിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ അടുത്തുള്ള ആളും ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പേരെന്താണ്? അയാൾ പറഞ്ഞു, ഗോപാൽ യാദവ് എന്നാണ്. നിങ്ങളുടെ നാട് എവിടെയാണ്? ബീഹാറാണ്. വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ഭാര്യയും മോളും. മോളുടെ പേരെന്താ? വസുമതി. അവിടെ സ്കൂൾ പഠിക്കാണോ? അല്ല. പിന്നെ അവൾ മരിച്ചുപോയി. എങ്ങനെ? വിശപ്പ് കൊണ്ട്. ഈ ഗോപാൽ യാദവിനെ കാണാൻ ബീഹാർ വരെ ഒന്നും പോണ്ടി വരില്ല. നമ്മുടെ അരികത്തുണ്ടാവും മനുഷ്യൻ. അതുകൊണ്ടാണ് ഇസ്ലാമില് ഫക്കീർ എന്നും മിസ്കീൻ എന്നും പാവങ്ങളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫക്കീർ നമ്മളെ തേടി വരുന്ന ആളാണ്, മിസ്കീൻ നമ്മൾ അങ്ങോട്ട് തേടി പോകേണ്ട ആളാണ്. അപ്പൊ മനുഷ്യനെ ഇങ്ങനെ കരുണാപൂർവം സഹവസിക്കുകയും മനുഷ്യനെ കാണുകയും ചെയ്യുന്ന ഒരു ആന്തരിക വികാസത്തിലേക്കാണ് നബി ക്ഷണിച്ചത്. ആന്തരിക വികാസം. ഉള്ളിങ്ങനെ ഒന്നുകൂടെ വിശാലമാകണം മനുഷ്യന്റെ. അതാണ് ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞത്. കുടിസാകുന്ന ഒന്നിലേക്കല്ല,
തുറസാകുന്ന ഒന്നിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ് ചെയ്തത്. മൂസാ നബിയുടെ പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ. ഒരുപക്ഷെ നമുക്കൊക്കെ പരിചയമുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബി ഇശ്റഹ് ലി സദ്രി എന്നാണ് പ്രാർത്ഥന. കേട്ടിട്ടില്ലേ? റബ്ബി ഇശ്റഹ് ലി സദ്രി. എന്താണ് അതിന്റെ അർത്ഥം? പടച്ചവനെ എന്റെ മനസ്സ് വലുതാക്കി തരണേ എന്നാണ്. എന്റെ ഹൃദയം വികസിപ്പിക്കണമേ എന്നാണ്. മനസ്സ് വലുതാക്കണേ. നിങ്ങൾ ആലോചിച്ചു, ഒരു പ്രവാചകൻ ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഞാൻ പറയുന്നത് സ്വീകരിക്കാവുന്ന ഒരവസ്ഥയിൽ നാട്ടുകാരുടെ ഹൃദയം വിശാലമാക്കണേ എന്നല്ലേ പ്രാർത്ഥിക്കേണ്ടിയിരുന്നത്. പക്ഷെ മൂസാ നബി പ്രാർത്ഥിച്ചത് എന്താണ്? എല്ലാ ടൈപ്പ് നാട്ടുകാരെയും ഉൾക്കൊള്ളാൻ എന്റെ മനസ്സ് വിശാലമാക്കണേ. എല്ലാരെയും ഉൾക്കൊള്ളാൻ എന്റെ മനസ്സ് വിശാലമാക്കണേ. മരിച്ചവരുടെ ഖബർ മാത്രമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ കൽബും വിശാലമാകണം. അപ്പോഴേ നമുക്ക് മനുഷ്യനെ മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്ക് മനുഷ്യന്മാരെ ഉൾക്കൊള്ളാൻ കഴിയില്ല. മദർ തെരേസ പറഞ്ഞിട്ടുണ്ട്, if you judge people, you have no time to love them. നിങ്ങൾ മനുഷ്യന്മാരെ ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ നിന്നാൽ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? പിന്നെ നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ കഴിയില്ല. മനുഷ്യന്മാരെ ജഡ്ജ് ചെയ്യാൻ നിന്നാൽ പിന്നെ നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. മനുഷ്യനെ ഇങ്ങനെ നിരുപാധികം സ്നേഹിക്കാനാണ് പഠിപ്പിച്ചു തന്നത്. അതിരുകളില്ലാതെ മനുഷ്യനെ ചേർത്ത് പിടിക്കാനാണ് പഠിപ്പിച്ചു തന്നത്. കാരുണ്യത്തോടെ മനുഷ്യനോട് സഹവസിക്കാനാണ് പഠിപ്പിച്ചു തന്നത്. നല്ല വാക്ക് പറയാനാണ് പഠിപ്പിച്ചു തന്നത്. ഒന്നും കൊടുക്കാനില്ലെങ്കിൽ കൊടുക്കണ്ട, പക്ഷെ നല്ല വാക്ക് കൊണ്ട് മനുഷ്യനെ തകർന്നുവെന്നാണ് പറഞ്ഞത്. വാക്കിന്റെ ഒരു ഇന്ധനശേഷി എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ ജീവിതമായിരുന്നു പ്രവാചക തിരുമേനിയുടെ ജീവിതം. വാക്ക് വിത്താണെന്ന് പറയുമല്ലോ, ബൈബിൾ അങ്ങനെ പറയുന്നുണ്ട്. വാക്ക് വിത്താണ്. വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ സാധ്യതയാണ്. ഒരു ആപ്പിളിന്റെ ഉള്ളിൽ എത്ര വിത്തുണ്ട് എന്നെണ്ണി നോക്കാൻ കഴിയും. പക്ഷെ വിത്തിന്റെ ഉള്ളിൽ എത്ര ആപ്പിൾ ഉണ്ട് എന്നെണ്ണി നോക്കാൻ കഴിയില്ല. അതാണ് ആ പൊട്ടൻഷ്യാലിറ്റി. അതാണ് ഇങ്ങനെ തുടർന്ന് ആ വാക്കിങ്ങനെ അലയൊലി കൊണ്ടുവരണല്ലോ. കാലങ്ങൾ പിന്നിടും തോറും ആ വാക്കിന്റെ സാധ്യതകൾ ഇങ്ങനെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം വാക്ക് സാന്ത്വനമാണ് എന്ന് തിരിച്ചറിഞ്ഞു പ്രവാചകർ. വാക്ക് കാരുണ്യമാണെന്ന് തിരിച്ചറിഞ്ഞു പ്രവാചകർ. ഒരാള് വരുന്നുണ്ട് നബി തിരുമേനിയുടെ അടുത്ത്. തെറ്റായ ഒരു ശരീരബന്ധം ആഗ്രഹിച്ചിട്ടാണ് വരുന്നത്. അയാൾക്ക് തെറ്റായ ശരീരബന്ധങ്ങളിൽ ഏർപ്പെടണം. പ്രവാചകരെ, എനിക്കതിന് അനുമതി തരണം. എന്നെ അത്രയും കൊതിപ്പിക്കുന്ന ഒരു കാര്യമാണത്. നബി അയാളിങ്ങനെ അടുത്തേക്ക് വിളിച്ചു. വരും. എന്താണ് ചോദിച്ചത്? തെറ്റായ ശരീരബന്ധത്തിൽ ഏർപ്പെടണം, അതിന് അനുവാദം തരണം, അതില്ലാതെ എനിക്ക് പറ്റില്ല. അടുത്തേക്ക് വിളിച്ചു. അദ്ദേഹം ഇങ്ങനെ അടുത്തേക്ക് വന്നു, ഇരിക്കാൻ പറഞ്ഞു. മുന്നിൽ മുട്ടോട് ചേർന്ന് തട്ടുന്നത് പോലെ ഇരുന്നു പരസ്പരം. എന്നിട്ട് അയാളുടെ നെഞ്ചത്ത് ഇങ്ങനെ കൈവച്ചിട്ട് പറയാണ്, നല്ല ആഗ്രഹമുണ്ടോ? ആ റസൂലെ, നല്ല ആഗ്രഹമുണ്ട്. ആണോ? ഇതേ കാര്യം നിങ്ങളുടെ ഉമ്മയോട് ഒരാൾ ചെയ്യുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? അയാളുടെ മുഖം ഇങ്ങനെ വിവരണമാകാൻ തുടങ്ങി. ദേഷ്യം പിടിച്ചു അയാൾ. ഞാനയാളെ കൊല്ലും റസൂൽ എന്ന് പറഞ്ഞു. പെങ്ങളോട്, മകളോട്, അമ്മായിയോട് ഇതേ കാര്യം മറ്റൊരു മനുഷ്യൻ ചെയ്യുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? അയാൾ തണുത്തു. അപ്പൊ നബി പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഇങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോൾ, വിഹിതമല്ലാത്തൊരു മോഹത്തിലേക്ക് നിങ്ങളുടെ മനസ്സിങ്ങനെ ചിതറുമ്പോൾ, അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിൽ അതിന് സന്നദ്ധമാകുമ്പോൾ, ആ പെണ്ണ് ഏതെങ്കിലും ഒരാളുടെ ഉമ്മയോ പെങ്ങളോ അമ്മായിയോ മകളോ ഒക്കെ അല്ലേ? നിങ്ങൾക്കത് വെറുമൊരു പെണ്ണാണ്, പക്ഷെ ഏതോ ഒരാൾക്കതൊരു പെങ്ങളാണ്, ഏതോ ഒരാൾക്കതൊരു ഉമ്മയാണ്, ഏതോ ഒരാൾക്കതൊരു അമ്മായിയോ മകളോ ഒക്കെ അല്ലേ? സങ്കല്പിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ആ മനുഷ്യനിങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് തിരിച്ചു പോകുമ്പോ, ആ തിരിച്ചു പോയതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. നബിയുടെ അടുത്തേക്ക് വരുമ്പോഴേ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള കാര്യമായിരുന്നു അത്. പക്ഷെ നബിയുടെ അടുത്ത് തിരിച്ചു പോകുമ്പോഴേ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമുണ്ടെന്ന് മാറി. തന്നെ വാക്കിന്റെ ഇന്ധനശേഷി. മനുഷ്യന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന കുഞ്ഞു കാര്യമല്ലേ അത് വാക്ക്. ഒരു റേഡിയോ ജോക്കി ഉണ്ട് കേട്ടോ, അദ്ദേഹം ആളുകളെ പറ്റിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കോള് വിളിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ വിളിച്ചതാ ഒരാള്, കുസൃതി കാണിക്കാൻ, വികൃതി കാണിക്കാൻ വേണ്ടി വിളിച്ചതാ. പക്ഷെ അപ്പോഴാണ് അറിയുന്നത് അയാൾ പരിച്ചു കിടക്കുക, ചിക്കൻ ബോക്സ് പിടിച്ചിട്ട്.
നിമിഷം കൊണ്ട് ഈ റേഡിയോ ജോക്കിയുടെ സംസാരത്തിന്റെ രീതിയൊക്കെ മാറി. അദ്ദേഹം പറഞ്ഞു, ചിക്കൻ ബോക്സ് പിടിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. തമിഴ്നാട്ടുകാർക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ചിക്കൻ ബോക്സ് പിടിച്ച് സുഖമാകുന്നതോടുകൂടി ആള് നല്ല ഒരു തേജസ്സിലേക്ക് വരുമെന്നൊക്കെ അവർ വിശ്വസിക്കാറുണ്ട്. ദേവി വിളയാട്ടം എന്നൊക്കെയാണ് അവരതിന് പറയാ. അത് കഴിഞ്ഞാൽ ആള് നല്ല പ്രസന്നവദനാവും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങളെ പെട്ടെന്ന് സുഖമാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. എൻ്റെ പേരാണ് വിവേകം. ആളെ പറ്റിക്കാനൊക്കെ വേണ്ടി വിളിച്ചതാ. ഒറ്റ നിമിഷം കൊണ്ട് അവനെ ഒരു മനുഷ്യനായി, ശരിക്കൊരു മനുഷ്യൻ. വാക്കിന്റെ ഇന്ധനശേഷി എന്താണെന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യൻ. നല്ല വാക്കുകൊണ്ട് മനുഷ്യനിങ്ങനെ സഹവാസത്തിന്റെ അതീവ സുന്ദരമായ അനുഭവങ്ങൾ പകരാൻ ആർക്കാ കഴിയാത്തത്? ജാനു എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കഥ വായിച്ചിട്ടുണ്ട്. അവള് ക്ലാസ്സിലേക്ക് വരുന്നു, മാഷ് ഹോംവർക്ക് കൊടുക്കുന്നു, അതിന് ആ പുസ്തകം കൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. പിറ്റേ ദിവസം അത് കൊണ്ടുവന്ന് വെക്കുന്നു. മാഷ് പുസ്തകം കൊണ്ട് ഓഫീസിലേക്ക് പോകുന്നു. അതൊക്കെ പരിശോധിച്ച് ജാനുവിന്റെ പുസ്തകം കൊണ്ട് ക്ലാസ്സിലേക്ക് വന്നു മാഷ്. അതിങ്ങനെ പൊക്കി പിടിച്ചിട്ട് ജാനുവിനോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ആ ഹോംവർക്ക് ചെയ്ത പേജ് ഇങ്ങനെ മറിച്ചിട്ട് അത് കുട്ടികൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഹോംവർക്ക് ചെയ്യേണ്ടിടത്ത് ഇവിടെ ചെയ്തത് എന്താണെന്ന് അറിയോ? 4 വരി കവിതയാണ് എഴുതി വെച്ചത്. ഇവിടെ ഇങ്ങനെ വെറുക്കാൻ തുടങ്ങി. കുട്ടികളുടെ ഒക്കെ മുന്നിൽ വെച്ചിട്ട് മാഷ് വഴക്ക് പറയും. കണക്ക് എഴുതേണ്ടടുത്ത് കവിതയാണ് എഴുതി വെച്ചത്. മാഷ് അവളെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അവളെ ഇങ്ങനെ തലോടിയിട്ട് പറഞ്ഞു, നന്നായിട്ടുണ്ട്. ക്ലാസ്സിൽ ആ കവിത ഇങ്ങനെ അവർക്ക് വായിച്ച് കുട്ടികൾക്ക് മുഴുവൻ കേൾപ്പിച്ചു കൊടുത്തു. ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ അറിയുമായിരിക്കും. സരോജിനി നായിഡുവാണ്. ഒറ്റ മാഷിന്റെ വാക്കാണ്. ഈ വാക്കിന്റെ ഒരു ശേഷിയുണ്ടല്ലോ, വാക്കിന് മനുഷ്യന് കൊടുക്കാവുന്ന ഒരു പ്രവർത്തന ശേഷി ഉണ്ടല്ലോ. അതിനെ തിരിച്ചറിയാൻ എന്ത് എളുപ്പമാണല്ലേ. ബന്ധങ്ങളിലൊക്കെ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അത്. ബാച്ചിലേഴ്സായ ആളുകളോട് പ്രത്യേകം പറയാനുള്ളതാണ്. നാട്ടിലേക്ക് എന്തായാലും വിളിക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവൾക്ക് നിങ്ങൾ വിളിക്കണം. ഒരു 10 മിനിറ്റ്, എത്ര തിരക്കാണെങ്കിലും അവളെ വിളിച്ചിരിക്കണം. ആ 10 മിനിറ്റ് ആ പെണ്ണിന് ഒരു ശ്വാസമാണ്. നിങ്ങൾ ആ 10 മിനിറ്റ് എങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിലുണ്ടല്ലോ, അവൾ അനുഭവിക്കുന്ന ഒരു ശ്വാസം വിങ്ങലുണ്ട്, ഒരു സഫോക്കേഷൻ ഉണ്ട്. സങ്കല്പിക്കാൻ കഴിയാത്തതാണ് അത്. കുടുംബങ്ങളായി ജീവിക്കുന്ന ഓരോ ആളും അറിയേണ്ടതും വിചാരിക്കേണ്ടതും മനസ്സിരുത്തേണ്ടതായിട്ടുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്ന കുറച്ച് സമയം. അതാണ് ഈ ക്വാളിറ്റി ടൈം എന്നൊക്കെ പറയുന്നത്. മനുഷ്യനെ കേൾക്കുക, മനുഷ്യനോട് പറയുക, മനുഷ്യന്റെ സങ്കടങ്ങൾ കേൾക്കാനിരിക്കുക. പ്രത്യേകിച്ച് ഒന്നും പറയാനുണ്ടാവില്ല, എന്നാലും ആ 10 മിനിറ്റ് നിങ്ങൾ സംസാരിക്കണം. കാരണം ആ 10 മിനിറ്റ് നിങ്ങളുടെ ബന്ധത്തെ ഇങ്ങനെ അരക്കെട്ടുറപ്പിക്കുന്ന പശയുടെ പേരാണ്. ആ പശയില്ലാതെ പോയാൽ ആ ബന്ധത്തിന് ഉള്ളിലാണ് വരിക, അതിന്റെ അകൽച്ചയാണ് കൂടുക, സങ്കടങ്ങളാണ് വരിക, ദുഃഖമാണ് വരിക മനുഷ്യന്. വാക്കിന്റെ ശേഷി എന്താണ് എന്ന്, കരുണയുടെ ശേഷി എന്താണ് എന്ന് മനുഷ്യന് തിരിച്ചറിയാന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരൻ ആംസ്ട്രോങ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരിയുണ്ട്. അവര് കന്യാസ്ത്രീയായിരുന്നു, പിന്നെ കന്യാമഠം വിട്ട് പോകുന്ന ആളാണ്. അതുകൊണ്ട് ആ കന്യാസ്ത്രീകളുടെ ഇടയിൽ ഇവരെ കുറിച്ച് നല്ലൊരു പേരൊന്നും അല്ല ഉള്ളത്. പക്ഷെ അവരുടെ വാർഡനായിരുന്ന ഒരു പ്രായചെന്ന കന്യാസ്ത്രീ ഉണ്ട്. അവര് സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ഈ പഴയ വിദ്യാർത്ഥിനി കാരൻ ആംസ്ട്രോങ് ആ പഴയ വൃദ്ധയായ കന്യാസ്ത്രീയെ കാണാൻ വേണ്ടി പോയി. വയോധികയായ കന്യാസ്ത്രീയെ. ഈ കാരൻ ആംസ്ട്രോങ് എന്നുള്ള യുവതിയെ കുറിച്ച് ആർക്കും ഒരു നല്ല അഭിപ്രായമില്ല. എല്ലാവരും അവരെ കുറിച്ച് മോശം അഭിപ്രായം പറയാം. കാരണം മഠം വിട്ടു പോയ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഈ പെൺകുട്ടി എങ്ങനെ അടുത്തിരുത്തിയിട്ട് വയോധികയായ ആ കന്യാസ്ത്രീ പറഞ്ഞത്, എനിക്കറിയാം മോളെ, നീ നല്ലവളാണ് എന്ന് എനിക്കറിയാം. ഇതാണ് പറഞ്ഞത്. ആരെന്തൊക്കെ പറഞ്ഞാലും നീ നല്ലവളാണ് എന്ന് ഞാൻ വിശ്വസിക്കും കേട്ടോ. എന്നിട്ട് കാരൻ ആംസ്ട്രോങ് പറയാണ്, 12 steps to കമ്പാഷനേറ്റ് ലൈഫ് എന്ന് പറഞ്ഞ അവരുടെ പുസ്തകമുണ്ട്. കരുണാപൂർവമുള്ള ജീവിതത്തിലേക്കുള്ള 12 ചുവടുകൾ. അതിലാണ് അവർ പറയുന്നത്. അവര് പറയാണ്, അവരെന്നോട് അങ്ങനെ പറഞ്ഞെങ്കിലും അവരതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. വൃദ്ധയായ ഒരു സ്ത്രീയാണ്, പക്ഷെ എന്റെ ജീവിതത്തിൽ ഇന്നും വെളിച്ചമായി മാറിയ വാക്കാണത് എന്ന് പറയുന്നത്. ആ പുസ്തകത്തിൽ അവർ വേഴ്സ്വർത്തിന്റെ ഒരു കവിത കൊടുക്കുന്നത് ഇങ്ങനെയാണ്: There are in our existence spots of time that with distinct preeminence retain. ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് പറ്റും മനുഷ്യരുടെ മനസ്സിൽ ഇങ്ങനെ സ്നേഹത്തിന്റെ, കരുണയുടെ കുഞ്ഞു വാക്കുകൾ കൊണ്ട് ഓർമ്മയുടെ ഒരു ഇന്ധനമായി മാറാൻ എന്ന്.
മൂല്യങ്ങളെ ഇങ്ങനെ തിരിച്ചു പിടിക്കാനാണ് ഈ ഓർമ്മകൾ നമുക്ക് പ്രേരണയാകുന്നത്.